ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 9 വരെയുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം മലയാളം ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന് കിട്ടിയതും അതിനുശേഷം ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിൽ നിന്നുള്ള ജനറൽ നോളജ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മോസ്കോയിൽ നടന്ന 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഓർഡർ ഓഫ് സെൻറ്റ് ആൻഡ്രൂ ദി അപ്പോസ്റ്റൽ. റഷ്യൻ ചക്രവർത്തിയായിരുന്ന പീറ്റർ 1698 ഏർപ്പെടുത്തിയതാണ് ഈ ബഹുമതി. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് 1918 ബഹുമതി നിർത്തലാക്കിയിരുന്നുവെങ്കിലും 1998 റഷ്യൻ പ്രസിഡന്റ് ഇത് പുനഃസ്ഥാപിച്ചു. അടുത്തതായിട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടത് ഡോക്ടർ BN ഗംഗാധറാണ്. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. തൻ്റെ 7ാം ബഡ്ജറ്റോടെ തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന ബഹുമതി നിർമ്മല സീതാരാമൻ സ്വന്തമാക്കി. ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചതും നിർമ്മല സീതാരാമൻ തന്നെയാണ്. 2020-21 സാമ്പത്തിക വർഷമായിരുന്നു ഇത്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെയും അശോക ഹാളിൻ്റെയും പേരുകൾ മാറ്റി. ദർബാർ ഹാൾ ഇനി മുതൽ ഗണതന്ത്ര മണ്ഡപമെന്നും അശോക ഹാൾ അശോക മണ്ഡപമെന്നും അറിയപ്പെടും. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടിക പുറത്തുവിടുന്ന ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൻ്റെ 2024 സൂചികയിൽ ഇന്ത്യയുടെ പാസ്പോർട്ടിൻ്റെ സ്ഥാനം 82ആണ്. സിംഗപ്പൂരാണ് 1ാം സ്ഥാനത്തുള്ളത്. അടുത്തതായിട്ട് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ദീനിധി ദേസിംഗു ആണ്. നീന്തൽ താരമാണ്. 14 വയസ്സാണ് പ്രായം. ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന രാമസേതുവിൻ്റെ കടലിനടിയിലെ വിശദമായ ഭൂപടം തയ്യാറാക്കാൻ ISROയെ സഹായിച്ച നാസയുടെ ഉപഗ്രഹമാണ് ICE സാറ്റലൈറ്റ് 2. ഏഷ്യയിലെ ആദ്യ പ്രീ ക്ലിനിക്കൽ സംവിധാനം ഹരിയാനയിലെ ഫരീദാബാദിൽ തുറന്നിട്ടുണ്ട്. ഏഷ്യയിലെ ആദ്യത്തേതും ലോകത്തിലെ 9ാമത്തെ സ്ഥാപനവുമാണിത്. അടുത്തതായി നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് KP ശർമ്മ ഒലിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സിവിൽ സർവീസ് ഓഫീസറുടെ ലിംഗമാറ്റത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. അത് M അനസൂയയ്ക്കാണ്. ഹൈദരാബാദ് കസ്റ്റംസ് ജോയിൻറ്റ് കമ്മീഷണറാണ് M അനസൂയ. കാലാവധി കഴിയാറായ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പൊളിക്കാനുള്ള നടപടികൾ നാസ ആരംഭിച്ചു. അത് ഏത് സ്വകാര്യ കമ്പനിയാണ് ഇതിനുള്ള കരാർ നേടിയതെന്ന് ചോദിച്ചാൽ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് ആണ്. 2030 പ്രവർത്തനം നിർത്തുന്ന ഈ നിലയത്തിനെ സുരക്ഷിതമായി ഭ്രമണപഥത്തിൽ നിന്ന് മാറ്റാനും ആളപായം ഒന്നുമില്ലാതെ പസഫിക് സമുദ്രത്തിലെ നെമോ പോയിന്റിൽ എത്തിക്കാനുമുള്ളതാണ് ഈ ഒരു നാസയുടെ പദ്ധതി. 1998 കാനഡ, ജപ്പാൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയുടെ സഹകരണത്തോടെ US-ഉം റഷ്യയും ചേർന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വിക്ഷേപിച്ചത്. അടുത്തതായിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളി വനിതയാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. ഇനി നമുക്ക് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന് കിട്ടിയ ജനറൽ നോളജ് നോക്കാം. ഇന്ത്യയും ചൈനയും 30th മീറ്റിംഗ് ഓഫ് വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ ഓൺ ഇന്ത്യ-ചൈന ബോർഡർ അഫയേഴ്സ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നിട്ടുണ്ട്. 31 ജൂലൈ 2024 ഇത് നടന്നത്. ഈ ബോർഡർ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടെ നടത്തിയ ഒരു മീറ്റിംഗ് ആയിരുന്നു ഇത്. അടുത്തത് ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് സപ്ലയർ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ അത് UAE ആയിരുന്നു. പക്ഷെ അതിപ്പോൾ US ആയി മാറിയിട്ടുണ്ട്. ഉദ്ധം സിംഗ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം എന്ന രീതിയിൽ മൈക്കിൾ ഒഡയറിനെ വധിച്ചതിൻ്റെ ഫലമായിട്ട് ജൂലൈ 31 അദ്ദേഹത്തെ വധിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ 85th ഡെത്ത് ആനിവേഴ്സറി നമ്മൾ ഇന്ത്യ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2024 റിപ്പോർട്ട്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് എക്കണോമിക് ഫോറമാണ്. അത് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 39th ആണ്. ടോട്ടൽ 119 കൺട്രീസാണ് ഉള്ളത്. അടുത്തതായിട്ട് നമ്മുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ഫോർ ഹോം അഫയേഴ്സ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അമെൻമെൻറ്റ് ബില്ല് 2024 ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 അമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ബില്ലാണ്. അടുത്ത് ഇന്ത്യയുടെ ഫസ്റ്റ് മൾട്ടി നാഷണൽ എയർ എക്സസൈസാണ് തരംഗ് ശക്തി 2024. 2 ഫേസസിലായിട്ട് അതിപ്പോൾ ഓഗസ്റ്റ് 6 സുലാർ തമിഴ്നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
നെക്സ്റ്റ് ഓഗസ്റ്റ് 5 തൊട്ട് 7 വരെ 2024 ആ ഒരു കാലയളവിൽ നമ്മുടെ പ്രസിഡൻ്റായിട്ടുള്ള ദ്രൗപദി മുർമു ഫിജി സന്ദർശിച്ചപ്പോൾ ഫിജിയുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായിട്ടുള്ള ദ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി പ്രസിഡൻറ്റിന് സമ്മാനിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 2024 ഒളിമ്പിക്സിൽ സമ്മർ ഒളിമ്പിക്സ് പാരീസിൽ വെച്ച് കണ്ടക്ട് ചെയ്തതിൽ മനു ഭാക്കറിന് 2 ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുണ്ട്. അതുവഴി ഒരേ ഒളിമ്പിക്സിൽ തന്നെ 2 മെഡൽ വിൻ ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ വുമണായിട്ട് മനു ഭാക്കർ മാറിയിട്ടുണ്ട്. നമ്മുടെ യൂണിയൻ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ഭാരതീയ വായുയാൻ വിധേയക് 2024 31 ജൂലൈയിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. എയർക്രാഫ്റ്റ് ആക്ട് 1934 ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ടാണ് പുതിയൊരു ബില്ല് കൊണ്ടുവന്നത്. ഇത് ഓഗസ്റ്റ് 9 ലോക്സഭ പാസ്സാക്കി. അടുത്തതായിട്ട് നമ്മുടെ നാഷണൽ ഹാൻഡ്ലൂം ഡേ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് 7 പിന്നെ നമ്മുടെ വയനാട് ഡിസാസ്റ്റർ, വയനാട്ടിൽ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല പോലെയുള്ള സ്ഥലങ്ങളിലായിരുന്നു 30 ജൂലൈ 2024 ആണ് ഈ ലാൻഡ് സ്ലൈഡ് നടന്നത്. സോ ISROയുടെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ പ്രിപ്പയർ ചെയ്തത് പ്രകാരം ഇന്ത്യയിൽ 13ാം സ്ഥാനം ആണ് വയനാട്. മീൻസ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുള്ളതിൽ 13ാം സ്ഥാനമാണ് വയനാടിനുള്ളത്. കേരളത്തിലുള്ള 14 ജില്ലകളിൽ 10 ജില്ലകളും ഈ ISRO തയ്യാറാക്കിയ ലിസ്റ്റിൽ 30 സ്ഥാനത്തിനകത്ത് ഉണ്ട്. അടുത്തതായിട്ട് 2 ഓഗസ്റ്റ് 2024 52nd കോൺഫറൻസ് ഓഫ് ഗവർണേഴ്സ് രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടന്നിട്ടുണ്ട്. അടുത്തിടെ ഗുജറാത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വൈറസാണ് ചാന്ദിപൂര വൈറസ്. മരണവും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അതുപോലെ തന്നെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഫസ്റ്റ് BIMSTEC ബിസിനസ് സബ്മിറ്റ് ന്യൂഡൽഹിയിൽ വെച്ച് ഓഗസ്റ്റ് 6 തൊട്ട് 8 വരെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ BIMSTEC ബിസിനസ് സബ്മിറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സൗത്ത് ഏഷ്യ അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ രാജ്യങ്ങളായിട്ടുള്ള ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമാർ, ശ്രീലങ്ക, തായ്ലാൻഡ്, ഭൂട്ടാൻ, നേപ്പാൾ തുടങ്ങിയവരാണ്. അടുത്തതായിട്ട് ഓഗസ്റ്റ് ക്രാന്തി ഡേ അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ 82ാമത് ആനിവേഴ്സറി ആയിരുന്നു ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 8 1942. പിന്നെ ലഫ്റ്റനൻറ്റ് ജനറൽ സാധന സക്സേന നായരാണ് ഫസ്റ്റ് ആയിട്ടുള്ള വുമൺ ഡയറക്ടർ ജനറൽ ഓഫ് മെഡിക്കൽ സർവീസസിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വുമൺ. അതുപോലെ ഓസ്ട്രേലിയയിൽ ഏകദേശം 71 കേസസ് ലീജിയണറീസ് ഡിസീസ് കൺഫേം ചെയ്തിട്ടുണ്ട്. അതിലൊരു സ്ത്രീ മരിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു സിവിയർ ഫോം ഓഫ് ന്യൂമോണിയാണ്. ലീജിയണല്ല ബാക്ടീരിയയാണിത് കോസ് ചെയ്യുന്നത്. പ്രശസ്ത ഭരതനാട്യം, കുച്ചിപ്പുടി, ഒഡീസ നർത്തകിയായിട്ടുള്ള യാമിനി കൃഷ്ണമൂർത്തി 83 വയസ്സായിരുന്നു. ന്യൂഡൽഹിയിൽ വെച്ച് അന്തരിച്ചു. റീസെൻ്റായിട്ട് ഓഗസ്റ്റ് 1 ഇന്ത്യ 14ാമത്തെ ഇന്ത്യ വിയറ്റ്നാം ഡിഫൻസ് പോളിസി ഡയലോഗ് ന്യൂഡൽഹിയിൽ വെച്ച് നടത്തിയത്. ഇതുപോലെ ഓരോ ആഴ്ചത്തെയും കറണ്ട് അഫയേഴ്സിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.